പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ബ്രെഡും മുട്ടയും വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കട്ട്ലറ്റുമായിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഞാൻ ഒരു നുള്ള് പെരുംജീരകം ഒന്ന് ചതച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സവാള, ഒരു പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടണേ, അല്ലെങ്കിൽ പേസ്റ്റാക്കി ഇട്ടാലും മതി. ഉപ്പൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റുക. ഞാനിതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വഴണ്ട് വരുമ്പോൾ നമുക്ക് ആ തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ തക്കാളി ചേർത്ത് വഴണ്ട് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് ഒന്നുകൂടെ നല്ലതുപോലെ പച്ചമണം മാറുന്ന വരെ വഴറ്റുക. എന്നിട്ട് നമ്മൾ മല്ലിയിലയും കരിയാപ്പിലയും എടുത്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് എല്ലാ സാധനങ്ങളും ആദ്യം തന്നെ അരിഞ്ഞ് വെച്ചെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ 2 മുട്ടയും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു 6 ബ്രെഡും കൂടെ വേണം കേട്ടോ. ഞാൻ പാലിലാണ് കുഴച്ചത്. പാലില്ലേലും വെള്ളത്തിൽ കുഴച്ചാലും മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പാലുണ്ടായിരുന്നതുകൊണ്ട് കുറച്ചും കൂടെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് പാലൊഴിച്ച് കുഴച്ചതാണ് കേട്ടോ. അപ്പോൾ 6 പീസ് ബ്രെഡ് ഞാൻ പിച്ചിയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക്. അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് കുഴയ്ക്കുമ്പോൾ അറിയാൻ പറ്റും ആ ടെക്സ്ചർ. ചപ്പാത്തിയുടെയൊക്കെ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് പാലും ചേർത്ത് കൊടുത്തു. പിന്നെ ഈ നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സും കൂടെ ചേർക്കുക. ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ബ്രെഡിൽ ഉപ്പുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പിൽ നമ്മൾ ആ മിക്സ് ചെയ്ത മിക്സിന് വേണ്ടി മാത്രമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പ് അധികം ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കുഴച്ചുരുട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ ആക്കിയെടുത്ത് മുട്ടയും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത മിക്സിലേക്ക് മുക്കി ബ്രെഡ് ക്രംസിലും കൂടെ മുക്കി നമുക്ക് എണ്ണയിൽ വറുത്ത് കോരിയെടുത്താൽ വളരെ രുചികരമായ എഗ് കട്ട്ലറ്റ് റെഡിയായി കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ബ്രെഡ് ക്രംസ് ഇത്തിരി ഇച്ചിരിയും കൂടെ പൊടിയാണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ബ്രെഡ് തണുത്തിരിക്കുകയായിരുന്നു ഫ്രിഡ്ജിൽ, അതുകൊണ്ടാണ് അതങ്ങനെ പൊടിഞ്ഞു വന്നത്. പിന്നെ ഞാൻ അധികം നേരം ഇട്ട് ഫൈൻ പൗഡർ ആക്കിയില്ല. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്ത് കോരിയെടുക്കാൻ. 2 സൈഡും കുക്കാവുന്നോടം വരെ വയ്ക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ടാറ്റാ.